शीतला सस्यश्यामला. കേരള നിയമസഭയുടെ ചരിത്രത്തിലാദ്യമായി വന്ദേ മാതരം മുഴങ്ങി. വി.ഡി. സതീശന്റെ സത്യപ്രതിജ്ഞയുടെ തുടക്കം തന്നെ വന്ദേ മാതരം കേൾപ്പിച്ചായിരുന്നു. എന്തുകൊണ്ടാണ് വന്ദേ മാതരം ഇത്ര ചർച്ചയാവുന്നത്? ആർക്കുള്ള മാതരമാണ് ഇപ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികത്തിന്റെ ഭാഗമായാണ് ദേശീയ തലത്തിൽ ഈ ഗാനത്തിന് ഔദ്യോഗികമായ രൂപം വന്നത്. കൃത്യമായി പറഞ്ഞാൽ 2025 നവംബർ 7-ന് പ്രധാനമന്ത്രി നേതൃത്വം നൽകിയ പ്രത്യേക ക്യാബിനറ്റ് യോഗമാണ് വന്ദേ മാതരത്തിന്റെ സ്റ്റാറ്റസ് ഉയർത്തിയത്. എല്ലാ ഔദ്യോഗിക പരിപാടികളിലും വന്ദേ മാതരം നിർബന്ധമാക്കിയെന്നായിരുന്നു ലോകഭവൻ ഉൾപ്പെടെ ലഭിച്ച ഉത്തരവ്. ഈ ഉത്തരവ് നിലനിൽക്കെ തന്നെ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ വന്ദേ മാതരത്തെ പരിസരത്ത് അടുപ്പിച്ചിരുന്നില്ല. അതിനുള്ള കാരണം അതിന്റെ വിദ്വേഷപരമായ ഉള്ളടക്കമാണ്. ആദ്യ വരികളിലെ പ്രകൃതി വർണ്ണനയാണ് പൊതുവെ ദേശീയ ഗീതമായി അംഗീകരിക്കപ്പെട്ടത്. എന്നാൽ പിന്നീട് വരുന്ന ഭാഗങ്ങൾ ഹിന്ദു ദൈവങ്ങളും ഹിംസാത്മകവുമായ ഉള്ളടക്കമാണ്. ഈ ഉള്ളടക്കത്തെ ആദ്യമേ ഭരണഘടനാ നിർമ്മാതാക്കൾ എതിർത്തിരുന്നു. പൗരന്മാരായ ഇതര മതസ്ഥരുടെ വിശ്വാസങ്ങളെ ഹനിക്കുമെന്ന കാരണം കൊണ്ടാണിത്. പുതിയ ഉത്തരവ് പ്രകാരം വന്ദേ മാതരം മുഴുവനും ആലപിക്കണം. അത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ മതേതരത്വത്തിന് വിരുദ്ധമാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സംഭവിച്ച പിഴവ് ഒഴിവാക്കാൻ കേരള സർക്കാരിന് വേണമെങ്കിൽ വന്ദേ മാതരം നയപ്രഖ്യാപന ദിനം ഒഴിവാക്കാമായിരുന്നു. പക്ഷേ വി.ഡി. സതീശൻ അത് ചെയ്തില്ല. പകരം ആദ്യ 2 ഭാഗം മാത്രം ആലപിക്കപ്പെട്ടു. ഇത് 2 ഈരടികളല്ലാതെ മുഴുവനുമെന്ന് നിയമസഭയിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ നിന്നിരുന്ന ഞങ്ങൾ ഇരിക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ വന്ദേ മാതരം പാടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് തന്നെ നിർബന്ധമില്ല. പക്ഷെ എല്ലാവരും എഴുന്നേറ്റ് നിന്നു. 2 ഈരടികൾ കഴിഞ്ഞ് ബാക്കി ഈരടികൾ അവതരിപ്പിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ ഞങ്ങൾ പ്രതിഷേധ സൂചകമായി ഇരിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതുവഴി സംഭവിച്ചത് മറ്റൊരു രാഷ്ട്രീയ യുദ്ധമാണ്. നയപ്രഖ്യാപനം കഴിഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ നടന്ന ചർച്ച ഭാവി കേരളം എങ്ങനെയെന്നല്ല, എന്തുകൊണ്ട് വന്ദേ മാതരം മുഴുവൻ ചൊല്ലിയില്ല എന്നായിരുന്നു. മുസ്ലിം പ്രീണനത്തിന്റെ ഭാഗമായാണ് സർക്കാർ മുഴുവൻ ചൊല്ലാൻ അനുമതി നിഷേധിച്ചതെന്ന് സഭയിൽ തന്നെയുള്ള BJP നേതാവ് വി. മുരളീധരൻ മിനിറ്റുകൾക്കുള്ളിലാണ് പ്രതികരിച്ചത്. സത്യത്തിൽ വന്ദേ മാതരത്തിന്റെ ചർച്ചകൾ സജീവമാക്കി ഉറപ്പിച്ചു നിർത്തുന്നത് സതീശനും കോൺഗ്രസുമാണ്. അതുവഴി രാഷ്ട്രീയ ലാഭം BJPക്ക് ലഭിക്കുകയും ചെയ്യും. ഏത് പ്രശ്നത്തെയും സാമാന്യവൽക്കരിക്കാനും ലഘൂകരിക്കാനും പ്രത്യേക കോഴ്സ് പൂർത്തിയാക്കിയ പുതിയ മുഖ്യമന്ത്രി ഏത് വന്ദേ മാതരം എന്ന് ചോദിച്ച് തടിയൂരും. പക്ഷെ ഈ വന്ദേ മാതരം വഴി സജീവമാവുന്നത് തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയ ആശയങ്ങളാണ്. ആ ആശയങ്ങൾക്ക് കൃത്യമായ വേദി കൊടുക്കുന്ന കോൺഗ്രസ് BJPയുമായി ചേർന്ന് നടത്തുന്ന ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ ഈരടികളാണ് ഇപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്.